അത്രയും നാൾ അയാൾ ചെയ്ത ചെറിയ ചെറിയ ഇറിറ്റേറ്റിംഗ് പ്രവർത്തികൾ ഒരു ദിവസം മനുഷ്യന്റെ കമ്മ്യൂണൽ ആ ഒരു കളക്റ്റീവ് വയലൻസ് ഉണ്ടല്ലോ, അത് പുറത്തു വന്നപ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കളക്റ്റീവ് ബോധം ഉണർന്നു. ഇപ്പൊ ആ ഗ്രൂപ്പിനെതിരെ ഇപ്പുറത്തൊരു കളക്റ്റീവ് ബോധം ഉണർന്നു. അതായത് ഒരു മനുഷ്യൻ അയാൾ എടുക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയല്ലേ എന്നുള്ളത്. പക്ഷെ ഇതേ സാധനം വന്നാൽ നിനക്കോ എനിക്കോ പോയി ഒരിടത്തുനിന്ന് ഭക്ഷണം എടുക്കാൻ പറ്റത്തില്ല. ഹോട്ടലിൽ എന്താ മോഷണമാണത്, ഉറപ്പായിട്ടും മോഷണമാണെന്ന് എടുത്തോണ്ട് പോയി ചോദിക്കാൻ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ലുലുവിൽ കയറി എടുത്തോണ്ട് ഭക്ഷണം എനിക്ക് വിശക്കുന്നു, ഞാൻ ലുലുവിൽ പോയി ഭക്ഷണം ലുലുവിന്റെ കയ്യിൽ കോടികളുണ്ട്, ഇപ്പൊ ഞാൻ എടുത്താലും പക്ഷെ എന്നെ അവര് മോഷണം. അപ്പൊ ഈ കളക്റ്റീവ് സംഭവം റേഞ്ച് മാറി. വെയിറ്റേജ് ഉള്ള വിഷയം എന്തായി, ഒരു മനുഷ്യനെ ആൾക്കാർ കൂടി ആൾക്കൂട്ട ആക്രമണത്തിൽ കൊന്ന് ഉറപ്പായിട്ട് അതാണ് ഏറ്റവും സെൻസിറ്റീവ് ഇഷ്യൂ. സോ ഇത് വരുന്നത് തുടങ്ങുന്നൊക്കെ ചെറിയ ഇഷ്യൂ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാ, നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ അത് അയാൾ ചെയ്ത വലിയ ക്രൈമാണ്, ആ കൂട്ടം ചെയ്ത വലിയ ക്രൈമാണ്. പക്ഷെ അതിന് തുടക്കം ചെറിയ ഇഷ്യൂ ആയിരുന്നു. ഇതൊക്കെ വിട്ടുകൊടുക്കാൻ മനുഷ്യ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അത് ഞാൻ പറയുന്നത് അതില് വലിയ തെറ്റ് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാരും കൂടി. ഞാൻ സത്യം പറയാം, ഇപ്പൊ പോക്കറ്റ് അടിച്ച് ഇത് ചെയ്തിട്ടുള്ള ഒരുത്തനായാലും വണ്ടിയിൽ പിടിച്ചിട്ട് തല്ലി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 4 പേരൊക്കെ തല്ലി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവനൊരു നിസ്സഹായത ഉണ്ട്. ആ പോയിന്റിലും കേറി തല്ലാൻ തോന്നുന്ന പറയുന്നത് മനസ്സ് ഭയങ്കര ഒരു അതൊരു വൃത്തിയായിട്ട് തന്നെ മനസ്സിലാവും. ഫ്രസ്ട്രേഷൻ തീർക്കാൻ. അതായത് ഇപ്പോ ചിലര് പട്ടീനെ തല്ലി കൊല്ലുന്ന പറയും. പട്ടീനെ ഒരു പട്ടീനെ വെടിവെച്ചൊല്ലത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വേറെ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു പട്ടീനെ തല്ലി കൊല്ലാന്ന് പറഞ്ഞാൽ ആ സമയത്ത് 2 അടിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഈ പട്ടികൾ മുഖത്തൊരു ദയനീയ ഇത് വരും. അതും മുഖത്തേക്ക് നോക്കി നിന്നിട്ട് അവന് തല്ലാൻ പറ്റാന്ന് പറയുന്നത് അത് അവന്റെ മനസ്സിന് എന്താ പ്രശ്നമുള്ള ഒരുത്തനാ.